കല്യാണ വീട്ടിലെ ഫ്രൈഡ് റൈസ് റെസിപ്പി ഒന്ന് കണ്ടാലോ. 1 കപ്പ് കാബേജ്, 1 കപ്പ് ക്യാരറ്റ്, 1 കപ്പ് ബീൻസ് എല്ലാം നീളത്തിലരിഞ്ഞതാണ് കേട്ടോ. 1 കപ്പ് ക്യാപ്സിക്കം, 1/4 കപ്പ് സവാള എരിവിന് വേണ്ട പച്ചമുളക്, 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് 1/4 കപ്പ് സവാള വഴറ്റി ബ്രൗൺ നിറമാകുമ്പോൾ കോരി മാറ്റി വെക്കുക. ഇതുപോലെ ആ ഓയിലിലേക്ക് 4 അല്ലി വെളുത്തുള്ളി എറിഞ്ഞതും 2 കഷ്ണം ഇഞ്ചി എറിഞ്ഞതും ചേർത്ത് 1/4 കപ്പ് സവാളയും എരിവിന് വേണ്ട പച്ചമുളകും കൂടെ ചേർത്ത് വീണ്ടും നല്ലോണം വഴറ്റിയിലേക്ക് ക്യാരറ്റും ബീൻസും ഒന്നും കൂടെ ചേർത്ത് വഴറ്റുക. ശേഷം പിന്നെ ക്യാപ്സിക്കും ക്യാബേജും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയ ശേഷം ഹാഫ് വേവ് ആകുമ്പോൾ പാകത്തിന് ഉപ്പും കുരുമുളക് പൊടി അല്പം പഞ്ചസാരയും കൂടെ ചേർത്ത് ഇളക്കിയതിന് ശേഷം 2 കപ്പ് ബസുമതി റൈസ് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് 8 കപ്പ് തിളച്ച വെള്ളത്തിലിട്ട് വേവിച്ച് ഊറ്റിയെടുത്ത് തരട്ടെ. അതും കൂടെ ചേർത്ത് ഒന്ന് ചിക്കിയെടുത്ത് കഴിഞ്ഞാൽ ഇതാ കല്യാണ വീട്ടിലെ ഫ്രൈഡ് റൈസ് റെഡിയാവും. ഇതിൻ്റെ കൂടെ എഗ്ഗ് ചിക്കിയെടുത്താൽ എഗ്ഗ് ഫ്രൈഡ് റൈസും ചിക്കൻ പൊരിച്ചത് ചിക്കിയെടുത്താൽ ചിക്കൻ ഫ്രൈഡ് റൈസും റെഡിയാക്കാൻ പറ്റും. ഒന്നും കൂടെ രുചി കൂട്ടാനായിട്ട് സോയാ സോസും ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കാം. ഈ ഫ്രൈഡ് റൈസ് ഏത് ചിക്കൻ കറീൻ്റെ കൂടെയും ബെസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഷെയർ ചെയ്യുക. താങ്ക് യു.